ലക്ഷങ്ങൾ എന്ന കണക്കുകൾ ഇവിടെ അപ്രസക്തമാണ്. കാരണം കോടികൾ വേണം. തിരുവനന്തപുരം നഗരത്ത് കവടിയാർ പോലുള്ള ഗോൾഡ് ലിങ്ക്സ് പോലുള്ള പ്രദേശത്ത് 1 സെന്റ് ഭൂമി വാങ്ങുന്നതിന് തന്നെ അവിടെ മാർക്കറ്റ് വാല്യൂ അല്ല മോഹവിലയാണ് ഇവിടുത്തെ വില. അപ്പോൾ അത്തരമൊരു വിലയുള്ള ഭൂമിയിലാണ് ഇത്തരമൊരു നിർമ്മാണം എ ഡി ജി പിയുടെ വീട് നിർമ്മാണം നടക്കുന്നത്. വീട് ഏത് രീതിയിലാണ്? വീടിന്റെ നിർമ്മാണം എത്രയോ വലുതാണ്, മണിമാളികയാണെന്ന് തന്നെ പറയാം. കാരണം ആ പ്ലാനിൽ വളരെ വ്യക്തമാണ്. ഓരോ ദിശയിലുമുള്ള എലിവേഷൻ ഏത് രീതിയിലാണ് എന്നത് ആണ് ആ പ്ലാനിൽ കൃത്യമായി കാണിക്കുന്നത്. നമ്മൾ ആദ്യം കാണിച്ചത് ഇതിന്റെ ഒരു ബേസ്മെന്റ് സ്റ്റേജിൽ മാത്രമാണ്. ഇത് മുകളിലേക്ക് കെട്ടിപ്പൊക്കി കഴിയുമ്പോൾ എത്രത്തോളം വലുതായിരിക്കും, എത്രത്തോളം കോടികൾ മുടക്കിയാൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സൗധം കെട്ടിപ്പടുത്താൻ സാധിക്കുക എന്ന കാര്യം ഈ പ്ലാനിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനം എ ഡി ജി പിക്ക് വീട് നിർമ്മിക്കാം, ഡി ജി പിക്ക് വീട് നിർമ്മിക്കാം, ആർക്കും വീട് നിർമ്മിക്കാം. പക്ഷേ ഇത്തരം വീട് നിർമ്മാണത്തിന് കോടികൾ വേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുള്ള പണം എവിടെ നിന്ന് എന്നതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം പി വി അൻവർ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതുമായി ചേർത്ത് വെച്ച ആരോപണം തന്നെയാണ്. എ ഡി ജി പിക്കും മലപ്പുറം എസ് പിക്കും എല്ലാം തന്നെ സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ബന്ധം, വഴിവിട്ട ബന്ധങ്ങൾ, അഴിമതി ആരോപണങ്ങൾ. എന്തിന് എ ഡി ജി പിയെ ദാവൂദ് ഇബ്രാഹിമുമായി ചേർത്ത് വെച്ചാണ് ഈ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ, ഇടതുപക്ഷത്തിന്റെ എം എൽ എ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങളുമായി കണക്ട് ചെയ്യുന്ന തെളിവുകളാണ് അദ്ദേഹം ഇന്ന് ഉന്നയിച്ചത്. ആ തെളിവ് ഉന്നയിച്ചപ്പോൾ ആ തെളിവുകൾ സത്യമാണ് എന്ന് പ്രേക്ഷകർ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എത്തുകയും ഈ ദൃശ്യങ്ങളിലേക്ക് വരികയും ചെയ്തത്. നമുക്ക് വീടിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വീടിന്റെ ഭാഗത്തേക്ക് തന്നെ നമുക്ക് ഒന്നുകൂടി പോകാം. അതായത് ഈ ഗോൾഡ് ലിങ്ക്സിൽ നിന്ന് വരുന്ന റോഡ് നേരെ എത്തുന്നത് കഷ്ടിച്ച് 100 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഈ കവടിയാർ പാലസ് അവന്യൂ എന്ന സ്ഥലമെത്തും. കവടിയാർ പാലസ് അവന്യൂവിന്റെ ചേർന്നുള്ള റോഡ് തന്നെയാണ്. അതായത് സ്ഥലത്ത് രാജവീഥി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റോഡ് കവടിയാർ കൊട്ടാരത്തിന് മുന്നിലൂടെ പോകുന്നു. അവിടെ നിന്ന് കൊട്ടാരത്തിന്റെ പിൻഭാഗത്തേക്ക് വരുന്ന ഗോൾഡ് ലിങ്ക്സിലേക്ക് പോകുന്ന റോഡിൽ, അത് കൊട്ടാരത്തോട് ചേർന്ന് തന്നെയാണല്ലേ, കൊട്ടാരത്തിന്റെ ആ ഭൂമിയോട് ചേർന്ന് തന്നെയാണല്ലേ ഇതും? രതീഷ്, ഗോൾഡ് ലിങ്ക്സിന്റെ മുൻഗേറ്റ്, മുൻഭാഗത്തെ കവാടത്തിന് വലതുവശത്തുകൂടെ പോകുന്ന റോഡ്, അത് കവടിയാർ കൊട്ടാരത്തിന്റെ പിൻഭാഗമാണ്. അവിടെയാണ് ഈ കവടിയാർ പാലസ് അവന്യൂ റോഡിന്റെ തുടക്കത്തിലാണ് എ ഡി ജി പിയുടെ ഈ വീട് നിർമ്മാണം നടക്കുന്നത്. ഈ വീട് നിർമ്മാണം ഇപ്പോഴും ചില തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കോൺക്രീറ്റ് പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കാരണം വീട് എത്രത്തോളം വലുതാണ് എന്നത് വ്യക്തമാക്കുന്നതാണ് അതിൻ്റെ അസ്ഥിവാരം. അതായത് എത്ര അടി താഴേക്ക്, ഒരു 3 ആൾ പൊക്കം താഴേക്ക് ബേസ്മെന്റിലേക്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നു. അതായത് പില്ലാറുകൾ ഇറക്കി അടിയിൽ ബെൽറ്റ് കോൺക്രീറ്റുകൾ ചെയ്ത് ഉള്ള നിർമ്മാണം. അതായത് അത്രയും വലിയൊരു വീട് നിർമ്മാണത്തിന് മാത്രമേ ഇത്ര അധിക ആഴത്തിലുള്ള ബേസ്മെന്റ് നിർമ്മാണവും ബീമിറക്കിയുള്ള വലിയ ഒരുക്കങ്ങളും ആവശ്യമുള്ളൂ. അപ്പോൾ കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള അതിഭീകരമായ വലിയൊരു മണിമാളിക തന്നെയാണ് ഇവിടെ പണിയുന്നത്. ഇതിൽ ഏറ്റവും പ്രസക്തം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എ ഡി ജി പിക്ക് വീട് പണിയാം, അതിന്റെ സാമ്പത്തിക സ്രോതസ്സാണ് ഇവിടുത്തെ ഏറ്റവും സംശയത്തിൽ നിൽക്കുന്നത്. എ ഡി ജി പിയെ സംബന്ധിച്ച്, എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ്. അത്യന്തം ഗൗരവതരമായ ആരോപണം തന്നെയാണ്. ഒരു വീട് വയ്ക്കുന്നതിൽ എന്ത് കാര്യം, ആർക്കും വീട് വെച്ചുകൂടെ, ലോൺ എടുത്തൊക്കെ വീട് വയ്ക്കാമല്ലോ എന്നൊക്കെ സാധാരണ നിലയിൽ ചിന്തിക്കാമെങ്കിലും ഇതൊരു അസാധാരണമായ സംഭവമാണ്. ഈ കവടിയാറിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇത്രയധികം ഭൂമി വാങ്ങാൻ കഴിയുന്ന സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നത് സ്വാഭാവികമായും പൊതുസമൂഹം അറിയേണ്ടത് തന്നെയാണ്. മാത്രമല്ല ഇത്രയും വലിയ വീട്, ഇപ്പോൾ അൻവർ പറഞ്ഞതനുസരിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുമെങ്കിൽ 15,000 20,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് എന്ന നിലയിലാണ്. ഇനി ആ ഡോക്യുമെന്റ് ഒക്കെ പരിശോധിക്കുമ്പോൾ, നഗരസഭയിലെ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ എത്രയാ വീടിന്റെ വലിപ്പമുണ്ട്, അതിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും, അത് ഇദ്ദേഹത്തിന് സാധാരണ ശമ്പളം വാങ്ങിച്ചാൽ അങ്ങനെ ഒന്ന് പണിയാൻ കഴിയുന്നതാണോ എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്.